നമസ്കാരം. വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയ്ക്ക് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ ഇറങ്ങി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് AKG സെൻറ്ററിലെത്തി. AKG സെൻറ്ററിലെ വാഹനത്തിലാണ് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ കേരളം ഏറ്റവും വെറുക്കുന്ന മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ 7 സിഗ്നലുകളുണ്ട്. മുഖ്യമന്ത്രി പുറത്തിറങ്ങുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഈ 7 സിഗ്നലുകളും ഓഫ് ചെയ്തിടും. ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ 7ഓളം ട്രാഫിക് സിഗ്നലുകളുണ്ട്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുമ്പോഴും ഈ സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിടും. ആ സമയത്തൊക്കെ അവിടുത്തെ യാത്രക്കാർ, വാഹനയാത്രക്കാർ അവിടെ വഴിയിൽ നിൽക്കണം, മഴയായാലും വെയിലായാലും. ആ സമയത്ത് ആ ഭാഗത്ത് ഡ്യൂട്ടിയിലുള്ള ട്രാഫിക് പോലീസുകാരുടെയൊക്കെ ഒരു വെപ്രാളം പലപ്പോഴും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയനെ പോലെ അധികാരത്തിന്റെ ലഹരി നുണഞ്ഞ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. 40ഓളം വാഹനങ്ങളുടെ അകമ്പടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. തലസ്ഥാനത്ത് പോലും 4-5 വാഹനങ്ങൾ, അതിന് പിന്നാലെ പോലീസുകാർ. ആ രീതിയിലായിരുന്നു തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ യാത്ര. ആ പിണറായി വിജയനാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങി ഇന്ന് ഔദ്യോഗിക വാഹനമൊക്കെ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഔദ്യോഗിക വാഹനവും സുരക്ഷാ ജീവനക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഈ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ പിണറായി വിജയൻ ആരെയും പേടിയില്ലേ? യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് ഇപ്പോഴാണ്. കാരണം ഇത്രയധികം തകർച്ചയ്ക്ക്, പാർട്ടിക്ക് തകർച്ചയുണ്ടാക്കിയത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ സഖാക്കളെ, ഈ പാർട്ടി അണികളെ പേടിക്കണം. സഖാക്കളെ പേടിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ സഖാക്കളൊക്കെ വി കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ഐഷ പോറ്റിയെയും G സുധാകരനെയും പോലെയുള്ള യഥാർത്ഥ സഖാക്കളൊക്കെ പാർട്ടി വിട്ടുപോയി. പിന്നെയുള്ളത് ഒരു ക്രിമിനൽ കൂട്ടങ്ങളാണ്. അവരെയാണ് ഭയപ്പെടേണ്ടത്. കാരണം തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ, തങ്ങൾക്ക് നിലനിൽപ്പില്ലാതാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ അവർ ഒരുപക്ഷെ ഉപദ്രവിച്ചെന്ന് വരാം. അതുകൊണ്ട് പിണറായി വിജയൻ ഭയപ്പെടേണ്ടത് ഇനിയാണ്. ആ പിണറായി വിജയൻ ഒരു ഭയവുമില്ല. വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, CMA എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. മുമ്പത്തെ പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ ആ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. ചെറിയൊരു ചിരിയോടുകൂടി, എളിപ്യതയോടുകൂടി പിണറായി വിജയൻ നടന്നുപോയി വാഹനത്തിൽ കയറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. നവകേരള സർക്കിട്ട് നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ നവകേരള സർക്കിട്ട് നടത്തിയപ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ട് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതാണ് നമ്മൾ കണ്ടതാണ്. ആ തല്ലിച്ചതച്ചിട്ട് പോലും മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആ പിണറായി വിജയനാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നത്. ഫലം അറിഞ്ഞതിനു ശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല, പത്രസമ്മേളനം നടത്തിയില്ല, തോൽവിയെക്കുറിച്ച് പ്രതികരിച്ചില്ല. കാരണം പിണറായി വിജയന് നന്നായി അറിയാമായിരുന്നു. 2ാം വട്ടം അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ കരുതിയത് കുറച്ച് കിറ്റുകളും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്താൽ വോട്ട് ചെയ്യുന്ന വെറും മരക്കഴുതകൾ മാത്രമാണ് കേരളത്തിലുള്ള ജനങ്ങളെന്നാണ്. എന്നാൽ കോവിഡും പ്രളയങ്ങളും ഒക്കെ ആണ് പിണറായി വിജയനെ 2ാമതും അധികാരത്തിൽ എത്തിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകാതെ പോയി. വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കുറച്ച് പേർക്ക് പെൻഷൻ കൊടുത്തു, അത് 2000 രൂപയാക്കി കൊടുത്തു. ഇതൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു, നാടുനീളെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു. ഇതൊക്കെ ചെയ്തിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ 3ാമത് ഇത്രയധികം തകർന്നടിഞ്ഞത്. അവിടെയാണ് പിണറായി വിജയന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത്. എന്ത് ചെയ്താലും 3ാം വട്ടം അധികാരത്തിൽ വരും, ഒരുപക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞേക്കാം, പക്ഷേ അധികാരത്തിൽ വരും എന്നുള്ള അമിതമായ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസമാണ് തെറ്റിയത്. പിണറായി വിജയന്റെ മുഖത്ത് ജാള്യതയും ഭയവും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട്. തോൽവിയുടെ ജാള്യത, ഭയം എന്ന് പറയുമ്പോൾ പിണറായി വിജയനും മകളും പ്രതികളായ പല കേസുകളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന അഴിമതികൾ, അതൊക്കെ ഇനി വരുന്ന സർക്കാർ പൊടിതട്ടി എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇതെല്ലാം തിരിച്ചറിയാൻ പിണറായി വിജയന് നന്നായിട്ടറിയാം. എന്തൊക്കെയാണ് താൻ ചെയ്തു കൂട്ടിയത്, അത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അതിനെല്ലാം തടയിട്ടു. പക്ഷേ ഇനി അത് നടപ്പില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം പിണറായി വിജയൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതാണ് ഇന്ന് പിണറായി വിജയന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ മഴയും വെയിലും കൊണ്ട് നടുറോഡിൽ നിന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് നടന്നു വരുന്നൊരു കാഴ്ച. എന്തായാലും ഇത് ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.